പ്രിയമുള്ളവരെ, എല്ലാം വിധിയാണോ? എല്ലാം ദൈവത്തിൻ്റെ നിശ്ചയപ്രകാരം തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ള ദുരിതങ്ങളാണോ എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത്. ചിലതൊക്കെ ഇല്ലേ നിങ്ങളുടെ ചോയ്സാണ്. എല്ലാം നിങ്ങൾ ദൈവത്തിൻ്റെ തലയിലിടരുത്. നിങ്ങൾ വിവാഹം എന്ന ഒരു പരിപാടിക്കകത്ത് നമ്മൾ ചെയ്യുന്ന പോലെ തന്നെയാണ്. നമ്മൾ നമ്മുടേതായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും സമ്പ്രദായങ്ങളും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങളൊരാളെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ട് അതിലൊരു പ്രശ്നം വരുമ്പോൾ, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ, അപ്പം നിങ്ങൾ ദൈവത്തെ വിളിച്ചിട്ട് ദൈവമേ ഇത് നീ തന്നതല്ലേ, ഇതെന്ത് ഇങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം തന്നത് തന്നെയാണോ എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്താൻ വേണ്ടി നിങ്ങൾ എന്ത് എഫേർട്ടാണ് ഈ വിവാഹത്തിന് മുമ്പ് നിങ്ങൾ എടുത്തത്? അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ ഓരോ പ്രതിസന്ധിയിലും ഇപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് തെറ്റുപറ്റിയാലും ദൈവം നിങ്ങളെ സ്നേഹിക്കും. വിദേശത്തേക്ക് പോകാനുള്ള ഒരാളല്ല നിങ്ങൾ. പക്ഷെ നിങ്ങൾക്ക് തോന്നണം എല്ലാവരും പോകുന്നുണ്ട്, എനിക്ക് പോകണം. നിങ്ങൾക്കത് പറഞ്ഞിട്ടുള്ള കാര്യമായിരുന്നില്ല. പക്ഷെ നിങ്ങൾ ദൈവത്തിൻ്റെ ഇഷ്ടമോ അല്ലെങ്കിൽ അത് ശരിയാകുമോ ശരിയാവില്ല അതൊന്നും ചിന്തിക്കാതെ നിങ്ങളുടെ ഒരു തീരുമാനത്തിൽ നിങ്ങളൊരു കാര്യം എടുത്തു. ഞാൻ ദൈവത്തോട് ആലോചന ചോദിച്ചില്ല, അതിന് വേണ്ടി ഒരു എഫേർട്ടും എടുത്തില്ല. അത് ശരി തന്നെയാണോ എന്ന് ചിന്തിക്കാൻ. എല്ലാവരും ചെയ്യുന്നു, ഞാനും ചെയ്യുന്നു. അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളിൽ നിന്ന് ഇങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നു, അതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്യുന്നു. എൻ്റെ വീട് ഇത്ര നിലയിൽ പണിയണം, അപ്പോൾ അപ്പുറത്തെ ഉള്ളവൻ്റെ വീടിനേക്കാളും വലിയ നിലയിൽ ഞാൻ പണിയണം. പക്ഷെ പണി തീർന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് കടബാധ്യത വന്നു. അപ്പോൾ നിങ്ങൾ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ടോ, ഇത്ര വലിയ വീട് തന്നെയാണോ കർത്താവ് എനിക്ക് വേണ്ടതെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടോ? ഇതുപോലെ മക്കളെ ഏത് സ്കൂളിൽ പഠിപ്പിക്കണം, സോ ദൈവത്തോട് ചോദിക്കാന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ദൈവത്തിന് മുമ്പിൽ വന്നിരുന്നിട്ടുണ്ടോ? നിങ്ങളുടെ ബുദ്ധിയെ ആശ്രയിക്കേണ്ട എന്നല്ല, ബുദ്ധി തന്നതും ദൈവം തന്നെയാണ്. പക്ഷെ നിങ്ങൾ അപ്പോഴൊന്നും ഈ ദൈവം എന്ന് പറഞ്ഞ ഒരാളെ എവിടെയും കൊണ്ടുവന്നിട്ടില്ല. എന്നിട്ട് നമ്മളതായ കാൽക്കുലേഷൻ വെച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞതിന് ശേഷം ഒരു പ്രശ്നം വരുമ്പോൾ, ഒരു അപകടം വരുമ്പോൾ മാത്രം നമ്മൾ ദൈവത്തെ ഓർക്കുവാണ്. അപ്പോൾ ദൈവം അത് അങ്ങനെ ചെന്ന് കഴിയുമ്പോൾ എന്നാൽ പിന്നെ നീ എന്താ എന്നോട് അപ്പ ചോദിക്കാഞ്ഞേ എന്ന് ചോദിക്കുന്ന ദൈവമൊന്നുമല്ല. ധൂർത്തപുത്രൻ്റെ ഉപമയിലെ കഥ തന്നെയാണ് അതിന് ഉദാഹരണം. നിനക്കൊരു അബദ്ധം പറ്റിയാൽ പോലും കർത്താവ് അതിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ സന്നദ്ധനാണ്. പശ്ചാത്താപിക്കുന്ന നിമിഷം മുതൽ, അല്ലെങ്കിൽ അത് ദൈവമേ നിന്നോട് ആലോചന ചോദിക്കാതെ ചെയ്തതാണ്, പക്ഷെ അത് തെറ്റായിരുന്നെന്ന് എനിക്ക് പിന്നെയാണ് മനസ്സിലായത്. ഇത്രയും കടം വാങ്ങി വീട് വയ്ക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ഇത്രയും പൈസ ഇല്ലാത്തപ്പം ഇത്ര ആർഭാടായിട്ട് കല്യാണം നടത്തേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പം ഞാൻ വലിയ കടബാധ്യതയിലാണ്. അപ്പോൾ കർത്താവെ എനിക്ക് തെറ്റുപറ്റി, എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണം. അപ്പോൾ കടബാധ്യതകളൊക്കെ ആയിട്ട് ധ്യാനത്തിന് പോകുന്ന മനുഷ്യരുണ്ടല്ലേ. ഇനി ചില രോഗാവസ്ഥകൾ മദ്യപിച്ച് ഉണ്ടായ കുറേ അസുഖങ്ങളുണ്ടാകും. അപ്പോഴൊന്നും ദൈവത്തെ ഓർത്തില്ല, ഇപ്പോൾ ദൈവത്തെ ഓർക്കുന്നു. ഇത് നിങ്ങൾ ഒരിക്കലും കുറ്റപ്പെടുത്താൻ എനിക്ക് പറ്റില്ല. എല്ലാ മനുഷ്യരും അങ്ങനെ തന്നെയാണ്. പക്ഷെ ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേഖലകളിലേക്ക് വിളിക്കാതെ ഒരു ഗസ്റ്റ് അപ്പിയറൻസിന് വേണ്ടി വിളിക്കരുത്. അപ്പോൾ ദൈവത്തോട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ സിറ്റുവേഷനുകളൊക്കെ കൊടുത്തിട്ട് നിങ്ങൾ ചോദിക്കണം, ദൈവമേ നീ അനുവദിച്ചതാണോ, അല്ലെങ്കിൽ എന്താ ഇതിനെക്കുറിച്ച് നിനക്ക് പറയാനുള്ളത്? അത് നിങ്ങളുടെ ഉള്ളിലുള്ളൊരു സ്വരമായിട്ട് അതിന് നിങ്ങൾ കുറച്ച് എഫേർട്ട് ഇടണം. ദൈവത്തെ കേൾക്കാൻ നിങ്ങൾ കുറച്ച് എഫേർട്ട് ഇടണം. അത് നിങ്ങൾക്ക് അതിനുള്ളൊരു അന്വേഷണം ഉണ്ടാവണം. ഇപ്പം നിങ്ങൾ ദൈവത്തെ എങ്ങനെ കേൾക്കാൻ, ഇപ്പം നിങ്ങൾ ഒരു പ്രശ്നം എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ ദൈവം എന്നോട് പറയുമായിരിക്കും, പക്ഷേ അതുകൊണ്ടായില്ല. അടുത്തൊരു പ്രശ്നം വരുമ്പോൾ നിങ്ങൾ എന്നോട് തന്നെയല്ലേ ചോദിക്കുക. അതുകൊണ്ടായില്ല. നിങ്ങൾ തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങളെ ആത്മീയ തലത്തിൽ അനലൈസ് ചെയ്ത് ദൈവഹിത പ്രകാരം നമുക്ക് പറ്റാവുന്ന പോലെ 100% പെർഫെക്റ്റായിട്ട് ദൈവഹിതം എന്നല്ല ഞാൻ പറഞ്ഞത്. നമുക്ക് പറ്റാവുന്ന പോലെ, അപ്പാ എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഇതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, എനിക്ക് പറ്റിയ അബദ്ധം കൊണ്ട് തന്നെയാണ് ഈ പ്രശ്നം ഉണ്ടായത് എന്ന് നിങ്ങൾ പറഞ്ഞോ. അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കാതെ വരുത്തി വെച്ചതാണ്. അങ്ങനെയാണെങ്കിൽ തന്നെയും പശ്ചാത്തപിക്കുന്ന സമയം മുതൽ കർത്താവ് ആ ഒരു കാര്യത്തിൽ ഇടപെടും. കർത്താവ് നിങ്ങൾ എങ്ങനെയെങ്കിലും സഹായിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പം നിങ്ങൾ ചോദിക്കണം. ഹോപ്പ്ലെസ് ആയിട്ട് നിങ്ങൾ നിൽക്കണ കുറേ സിറ്റുവേഷൻസ് ഉണ്ടല്ലോ. നിങ്ങളെ മക്കൾ നിങ്ങളെ നോക്കുന്നില്ല, മക്കൾ നമ്മൾ വിചാരിച്ച പോലെ ഒന്നും ആവുന്നില്ല. എനിക്ക് തോന്നാറുണ്ട് എൻ്റെ മക്കളുടെമായിട്ടുള്ള എൻ്റെ ഇൻട്രാക്ഷൻസിൽ എൻ്റെ ഈ ഒരു സ്പിരിച്വൽ ജേണിയൊക്കെ അവർക്ക് മനസ്സിലാവുമോ? എൻ്റെ ജീവിതം കുറച്ച് ഡിഫറെൻ്റ് ആകുമ്പോൾ അവർ എന്നെ ഒരു സാധാരണ അമ്മേനെ പോലെ വിലയിരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ലൈഫ് നടക്കുന്ന കാര്യങ്ങളൊക്കെ അവരെന്നെ കുറ്റപ്പെടുത്താനുള്ള പല കാരണങ്ങളാവൂലേ? അങ്ങനെയൊക്കെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഞാനിപ്പോൾ എൻ്റെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ പലപ്പോഴും ഇങ്ങനെ പറഞ്ഞിട്ടാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ചോദിച്ചൂടെ എന്തിനാണ് ഈ പേഴ്സണൽ കാര്യങ്ങളൊക്കെ പറയണമെന്നൊക്കെ ചോദിച്ച് അങ്ങനെയൊക്കെ അവർക്ക് എന്നെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തൂടെ. പക്ഷെ ഞാനത് ദൈവത്തിന് വിട്ടുകൊടുത്തിട്ടുള്ളൊരു കാര്യമാണ്. ഇതെല്ലാം അതായത് ഒരു കണക്ഷൻ നമ്മൾ ദൈവമായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിലേ പിന്നെ ആ മേഖലയിൽ നമുക്കൊരു നഷ്ടം വരാതെ നോക്കാനുള്ള അത്രയും കാവൽ നിൽക്കാൻ എൻ്റെ അപ്പന് കഴിയും. കർത്താവ് നമ്മളെ നോക്കുന്നു, നമ്മുടെ പ്രവൃത്തികളെ അവിടുന്ന് കാണുന്നുണ്ട്. അത് ബൈബിളിലുള്ള ഒരു കാര്യമാണ്. അതുപോലെ നീ ദൈവത്തിന് വേണ്ടി ചെലവിടുന്ന ഒരു സെക്കൻഡിന് പോലും കർത്താവിന് അത് നിനക്ക് വേണ്ടി ഒരു പ്രതിഫലം അവിടെ കാത്തു വെച്ചിട്ടുണ്ട്. സോ എൻ്റെ എക്സ്പെക്റ്റേഷൻസ് അനുസരിച്ചിട്ട് എൻ്റെ മക്കൾ എന്നെ മനസ്സിലാക്കുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ മനസ്സിലാക്കിയാലും മനസ്സിലാക്കിയില്ലെങ്കിലും എനിക്ക് എക്സ്പെക്റ്റേഷൻസ് ഇല്ല. കാരണം ദൈവം അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യട്ടെ. ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുവാണ്. അപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുവാണ്. നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് അനലൈസ് ചെയ്ത് ശരിയും തെറ്റും വിലയിരുത്താനായിട്ട് പോകരുത്.
ചില സമയങ്ങളിൽ അത് വേണം. വെച്ചാൽ നിങ്ങളുടെ ബുദ്ധിപരമായി നിങ്ങൾ ചിന്തിക്കേണ്ട ചില മേഖലകളുണ്ട്. പക്ഷെ ചിലപ്പോഴെല്ലാം നിങ്ങൾ ചില കാര്യങ്ങൾ ദൈവത്തിൻ്റെ ഒരു പ്രസൻസ് എല്ലാ കാര്യത്തിലും ഉണ്ടായിരിക്കണം. പാരൻറ്റിങ്ങിലുണ്ടായിരിക്കണം, മാരീഡ് ലൈഫിലുണ്ടായിരിക്കണം, പ്രൊഫഷണൽ ലൈഫിലുണ്ടായിരിക്കണം. ദൈവത്തിൻ്റെ ഒരു ഡിവൈൻ പ്രസൻസ് നിങ്ങളുണ്ടായിരിക്കണം. നിങ്ങളുടെ യജമാനൻ ദൈവമാണെന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്കുണ്ടായിരിക്കണം. അപ്പോൾ ആ മേഖലകളിലെല്ലാം ദൈവത്തിന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും, ഇടപെടാൻ പറ്റും. നിങ്ങൾ ദൈവത്തെ പുറത്ത് നിർത്തിയിട്ട് നമ്മുടേതായ രീതിയിൽ എല്ലാ കാര്യങ്ങൾക്കും ഈ രോഗം മാറില്ല, ഈ കടബാധ്യത ഒന്നും വീടില്ല, ഭർത്താവ് എന്നെ ഒരിക്കലും സ്നേഹിക്കില്ല, ഈ ജീവിത പങ്കാളി ഒരിക്കലും ശരിയാവില്ല, അങ്ങനെ എല്ലാ കാര്യത്തിനും ഹോപ്പ്ലെസ് ആയിട്ട് ഞാൻ പറയുന്നത് എൻ്റെ ലൈഫിലെ ചില മേഖലകളിൽ എനിക്കറിയാം ഇതിൽ വലിയ മാറ്റമൊന്നും വരാൻ എനിക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട്. ഇത് ഇങ്ങനെ ആയിരിക്കും ദൈവം ക്രമീകരിച്ചിട്ടുണ്ടാവാന്ന്. അങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഇങ്ങനെ ഒരു വലിയ മാറ്റമൊന്നും ഉണ്ടാവണമെന്നില്ല. അങ്ങനത്തെ ചില കാര്യങ്ങളുണ്ട്. പക്ഷേ ഓൾമോസ്റ്റ് എല്ലാ കാര്യത്തിലും എൻ്റെ ദൈവത്തിന് എപ്പോൾ വേണമെങ്കിലും അതിൽ മാറ്റങ്ങൾ വരാമെന്ന്. അപ്പോൾ നിങ്ങൾ ഹോപ്പ്ലെസ് ആവാൻ പാടില്ല ജീവിതത്തെക്കുറിച്ച്. പിന്നെ ലൈഫ് നിങ്ങളുടെ കൂടെ ചോയ്സാണ്. കർത്താവ് എന്താ പറഞ്ഞത്? തീയും വെള്ളവും നിൻ്റെ മുമ്പിൽ വെച്ചിട്ടുണ്ട്, നീയാണത് തീരുമാനിക്കേണ്ടത്. ഹാപ്പിനെസ് എന്ന് പറയുന്ന ഒരു ചോയ്സാണ്. ഇപ്പം നിങ്ങൾ കൂട്ടുകാരോട് കൂടെ ട്രിപ്പ് പോകാൻ വേണ്ടി തീരുമാനിക്കാമെന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾ കുറേ നാളായിട്ട് പ്ലാൻ ചെയ്തിട്ട് കഷ്ടപ്പെട്ട് എവിടെ നിന്നൊക്കെ പൈസ ഒപ്പിച്ചിട്ട് നിങ്ങൾ ട്രിപ്പ് പോവാം. നിങ്ങൾ എന്താ ചെയ്യുക? ആ ട്രിപ്പിൽ ഇടയ്ക്ക് വെച്ചിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായാലും ഇച്ചിരി ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായാലും അതൊക്കെ അവോയ്ഡ് ചെയ്ത് കളയും. എന്നിട്ട് ആ ട്രിപ്പ് ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടി ശ്രമിക്കും അല്ലേ? കാരണം നമ്മുടെ മനസ്സിലെടുത്തേക്കണ തീരുമാനം എന്താ? ഇതൊരു അടിപൊളി ട്രിപ്പ് ആക്കണം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ വിചാരിച്ചാൽ ഒഴിവാക്കാൻ പറ്റുന്ന ക്രൈസിസുകൾ ഉണ്ട് ജീവിതത്തിൽ ഇല്ലേ? നമ്മുടെ മനസ്സിൻ്റെ ഡിസിഷനുകളാണ് അതൊക്കെ. എനിക്ക് ഹാപ്പി ആയിട്ടിരിക്കണം, ഞാൻ ഇന്ന് രാവിലെ ഇന്നത്തെ ദിവസം ഹാപ്പി ആയിട്ടിരിക്കാൻ പോവാം. അപ്പം എന്നെ കുറേ പേര് അപ്സെറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നു, എന്നോട് കുറേ പേര് ബാഡ് ബിഹേവിയർ ചെയ്യുന്നു, ഞാൻ അതൊക്കെ ഇഗ്നോർ ചെയ്യുക. കാരണം ഞാൻ ഡിസൈഡ് ചെയ്തിട്ടുണ്ടോ ഇന്നത്തെ ദിവസം ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുമെന്ന്. അതുപോലെ തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു ബർത്ത്ഡേ ദിവസം വരുമ്പോൾ നിങ്ങൾക്ക് ഹാപ്പി ആയിട്ടിരിക്കണമെന്നുണ്ട്. ആരെന്ത് പറഞ്ഞാലും ഇന്ന് എൻ്റെ ദിവസമാണ്, ഞാൻ ഹാപ്പി ആയിട്ടിരിക്കും. സോ ചിലതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. എല്ലാം കർത്താവിൻ്റെ തലയിൽ ഇടരുത്. ദൈവമേ നീ തന്നു, അല്ല നീ സെലക്ട് ചെയ്തു, അപ്പോൾ എനിക്ക് അതിൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. കടബാധ്യത വന്നു, ദൈവമേ എവിടെന്നെങ്കിലും എന്നെ സഹായിക്കണേ. പ്രാർത്ഥിക്കേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നീ എന്താ ചെയ്ത ഈ കടബാധ്യത മാറ്റാൻ വേണ്ടിയിട്ട്? നീ എന്താ ചെയ്ത ഈ റിലേഷൻഷിപ്പ് ശരിയാക്കാൻ വേണ്ടിയിട്ട്? നീ മാക്സിമം ചെയ്യുക. നമ്മൾ മാക്സിമം ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ ഒരു മിറാക്കിളിൻ്റെ നീഡ് വരികയാണെന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾ അവിടെ ദൈവത്തെ കൊണ്ടുവരണം. അവിടെ ഒരു മിറാക്കിളിൻ്റെ നീഡ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, സർവ്വശക്തിയോടെ ദൈവത്തെ വിളിക്കണം. അപ്പോൾ ദൈവം അങ്ങോട്ടേക്ക് വരും, അവിടെ ഒരു അത്ഭുതം പ്രവർത്തിക്കും. പക്ഷെ നിൻ്റെ എഫേർട്ടിൻ്റെ മാക്സിമം നീ ഇടണം. അതല്ലാണ്ട് എല്ലാം ദൈവത്തിൻ്റെ റെസ്പോൺസിബിലിറ്റിയിലേക്ക് ഇടരുത്. ദൈവം നിങ്ങളുടെ ജീവിതത്തിൻ്റെ സ്റ്റിയറിങ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഈ ഒരു കാലഘട്ടത്തിൽ എൻ്റെ ആത്മീയ യാത്രയിൽ സംഭവിക്കുന്നത് ഇങ്ങനെയാണ്. എനിക്ക് ഒന്നും ചെയ്യാൻ അറിയാതിരുന്നൊരു കാലഘട്ടത്തിൽ നിന്നും അന്ന് ഞാൻ എന്നെ ശക്തനാക്കുന്നതിനോട് എല്ലാം ചെയ്യാൻ സാധിക്കുമെന്ന വചനം പറഞ്ഞാണ് ഓരോ കാര്യങ്ങളും ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് ദൈവം ഗ്രാജുവലി നമ്മളെ വളർത്തുകയാണ്. എന്നിട്ട് ഓരോ സിറ്റുവേഷനിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുപോവുകയാണ്. ഇത് ചെയ്തു നോക്ക്, ഇത് പറഞ്ഞു നോക്ക്. അതാണ് നല്ല ഒരു അപ്പൻ, നല്ല ഒരു ഗുരു നമ്മളെ ജീവിക്കാൻ പഠിപ്പിക്കുകയാണ്. അല്ലാതെ 24 മണിക്കൂറും അപ്പം ഇത് ഞാൻ ചെയ്യട്ടെ, അപ്പം അത് വെച്ചാൽ അഭിപ്രായങ്ങൾ അപ്പൻ്റെ നിയന്ത്രണത്തിൽ തന്നെയാണ് നമ്മൾ. പക്ഷെ നീ നിൻ്റെ വ്യക്തിപരമായ ഒരു സ്പേസ് കൂടെ യൂസ് ചെയ്യേണ്ടതുണ്ട്. നിൻ്റെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളിലും ജീവിതത്തിൻ്റെ സംഘർഷങ്ങളിലും പ്രതിസന്ധികളിലും നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കുന്നത് തെറ്റില്ല. അവിടെ ദൈവത്തിൻ്റെ ഒരു പ്രസൻസ് ഉണ്ടായിരിക്കണം. വേണ്ട എന്ന് വെക്കണം എന്നല്ല പറയുന്നത്. 2 കാര്യങ്ങളാണ്. ഒന്ന്, എല്ലാ കാര്യത്തിലും ദൈവത്തിൻ്റെ ഒരു പ്രസൻസിനെ കുറിച്ച് നിങ്ങൾക്കൊരു ബോധ്യം ഉണ്ടായിരിക്കണം. മറ്റൊന്ന്, എല്ലാം ദൈവത്തിൽ നിന്നും ഒരു അത്ഭുതത്തിനുണ്ടാകാൻ പ്രതീക്ഷിച്ച് നിങ്ങളൊന്നും ചെയ്യാതിരിക്കരുത്. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യണം. ബാക്കി ചെയ്യാൻ മാത്രമാണ് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഇടപെടുകയുള്ളൂ. മറ്റൊന്ന്, നിങ്ങൾ ഹോപ്പ്ലെസ് ആണെന്ന് വിചാരിക്കുന്ന, മാറ്റം ഉണ്ടാവില്ലെന്ന് വിചാരിക്കുന്ന ചില സിറ്റുവേഷനുകളിൽ ഒരു ഹോപ്പ് ഉണ്ടെങ്കിലോ. ഞാനൊരു ആനയുടെ ഒരു സൈക്കോളജി ഉണ്ട്. ആന നാട്ടിലേക്ക് കൊണ്ടുവന്ന് കഴിയുമ്പം ആനയുടെ കാലിൽ വലിയ ചങ്ങലയിട്ട് പൂട്ടും. അപ്പോൾ അതിന് എത്ര ശ്രമിച്ചാലും അത് പൊട്ടിച്ച് കിടക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആന വിചാരിക്കും ഇത് ജീവിതകാലത്ത് ഒരിക്കലും ഇങ്ങനത്തെ ഒരു ചങ്ങല കാലിൽ വീണ് കഴിഞ്ഞാൽ അത് പൊട്ടിക്കാൻ പറ്റത്തില്ലെന്ന്. അപ്പോൾ ആന പിന്നെ അതിനോട് അങ്ങോട്ട് സൈക്കോളജിക്കലി അക്സെപ്റ്റ് ചെയ്യും. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ എത്ര ചെറിയ കയറിട്ട് കെട്ടിയാലും ആന അത് പൊട്ടിക്കാൻ ശ്രമിക്കില്ല. കാരണം ആന വിചാരിക്കുന്ന പണ്ടത്തെ അനുഭവം ഉള്ളത് കൊണ്ട് ഇത് അത് അഴിക്കാൻ പറ്റില്ല എന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ മനുഷ്യരാ,
മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും സൃഷ്ടിയുടെ മകുടമാണ് മനുഷ്യൻ. സൃഷ്ടികളുടെ മേൽ ആധിപത്യമുള്ളവനാണ് മനുഷ്യൻ. അവൻ്റെ ബ്രെയിൻ്റെ കപ്പാസിറ്റിയും അവൻ്റെ ചിന്താശേഷിയും, അതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഭരിക്കുന്നത് അല്ലേ. മൃഗങ്ങൾ നമ്മുടെ അടിയിലാണ്, നമ്മളെ കൺട്രോളാണ്. ടെക്നോളജി നമ്മളെ കണ്ടുപിടിക്കുന്നതാണ്. എത്രയോ വലിയ ഒരു സൃഷ്ടിയാണ്, എത്രയോ കപ്പാസിറ്റിയോടും കഴിവോടും കൂടെ ദൈവം സൃഷ്ടിച്ചിട്ടുള്ള ഒരു സൃഷ്ടിയാണ് മനുഷ്യൻ. എന്നിട്ട് എൻ്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് എനിക്ക് അറിയുന്നില്ല. എൻ്റെ കൂടെ ഒരു ദൈവമുണ്ട്. അതാണ് എനിക്ക് ദൈവം ഉണ്ടായിട്ടും എനിക്കിത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയണില്ല. ഇപ്പം നമ്മുടെ കപ്പാസിറ്റികളും കഴിവുകളൊക്കെ ഞാൻ പറഞ്ഞു, 2 തലമുണ്ട് കേട്ടോ. നമ്മുടെ കഴിവിൽ ആശ്രയിച്ച് ജീവിക്കണമെന്നല്ല, നമ്മളെ ദൈവത്തിൽ ആശ്രയിക്കണം. പക്ഷെ നമ്മുടെ കഴിവ് ഉപയോഗിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. എല്ലാം ദൈവം തരും. ഇപ്പോൾ ഒരു സിനിമയ്ക്കകത്തുണ്ടല്ലോ, പാമ്പ് കടിയായിട്ടിട്ട് ഡോക്ടറെ കാണിക്കാതെ ദൈവം സുഖപ്പെടുത്തുമെന്നൊക്കെ പറയുന്ന അതുപോലത്തെ അന്ധവിശ്വാസത്തിൻ്റെ ബ്ലണ്ടറുകളിലേക്ക് പോകരുത്. നിന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ നീ ചെയ്യണം. നിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ എന്താ എനിക്ക് ചെയ്യാൻ പറ്റുക? ഞാൻ എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ ഞാൻ ഓടാറുണ്ട്. വെച്ചാൽ പല കാര്യങ്ങളും ഞാൻ ചെയ്യും. എന്നെക്കൊണ്ട് എങ്ങനെയാണ് ഈ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറ്റാൻ പറ്റുക? എന്നെക്കൊണ്ട് എവിടെ നിന്നാണ് ഞാൻ എന്ത് ജോലിയാണ് ചെയ്യാൻ പറ്റുക? ഞാൻ ടീച്ചിങ് ജോലി മാത്രമാണ്, എന്തെങ്കിലും ഞാൻ വേറെ സൈഡിൽ എന്തെങ്കിലുമൊക്കെ ജോലികളൊക്കെ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞതിന് ശേഷവും എന്നെക്കൊണ്ട് എടുക്കാൻ പറ്റാത്ത ഒരു സാമ്പത്തിക നീഡ് എനിക്ക് വരുമ്പോൾ ഞാൻ അപ്പനോട് പ്രാർത്ഥിക്കും, ദൈവമേ ഇത് എന്നെക്കൊണ്ട് ഇപ്പം എൻ്റെ കയ്യിലില്ല, എന്നെ സഹായിക്കണേ. അപ്പോൾ എല്ലാം ഞാൻ ആ കൈ കണ്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാം ദൈവത്തിൻ്റെ ഇടപെടൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഹാപ്പിനെസ്സും ഒരു ചോയ്സാണ്, സഫറിങ്സും ചില സമയത്തൊരു ചോയ്സാണ്, ഏത് സ്ട്രഗിൾ എടുക്കണമെന്നുള്ളതും ഒരു ചോയ്സാണ്. മീനിങ് ഫുൾ ആയിട്ടുള്ള സ്ട്രഗിളും സഫറിങ്സും ഒക്കെ എടുക്കാനായിട്ട് തീരുമാനിക്കണം. ഹാപ്പിനെസ് എന്ന് പറഞ്ഞാലും അതൊരു പ്ലഷറിൽ അടിസ്ഥാനപ്പെടാതെ ഒരു അർത്ഥപൂർണതയുള്ള നന്മയായ ഒരു ഹാപ്പിനെസ്സിലേക്ക് പോകാൻ നിങ്ങളെ തടയുന്ന ഒരാളുമല്ല ദൈവം. സോ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നന്നായി ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക. ദൈവബോധം എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കുക. എല്ലാ കാര്യവും ദൈവം ചെയ്തു തരും എന്നുള്ള രീതിയിൽ കൈയും കെട്ടി ഇരിക്കുന്ന ആ ഒരു വിശ്വാസത്തിൻ്റെ തലമല്ല, മറിച്ച് എനിക്ക് ദൈവം തന്നിട്ടുള്ള കഴിവും ദിനാറോ കുഴിച്ചിട്ട കഥയുണ്ടല്ലോ, അതടക്കം മനസ്സിൽ കൊണ്ടുവരിക. എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റി, ഞാനത് ചെയ്തോ. അത് ഞാൻ ദൈവത്തോട് ആലോചന ചോദിച്ച് ചെയ്തോ. അത് കഴിഞ്ഞിട്ടും എന്നെക്കൊണ്ട് പറ്റുന്നില്ലേ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആയോ, ദൈവം എന്നെ സഹായിക്കണേ. ഇനി അതുപോലെ ഒരിക്കലും ജീവിതത്തിൽ ഹോപ്പ്ലെസ് ആവരുത്. മനുഷ്യൻ്റെ ബ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സൊല്യൂഷൻ തേടിക്കൊണ്ടേയിരിക്കും. നമുക്ക് ഒത്തിരി കപ്പാസിറ്റികൾ ദൈവം തന്നിട്ടുണ്ട്. നിങ്ങൾ ഏത് പ്രതിസന്ധിയുടെ മുമ്പിൽ നിന്നാലും ദർ ഈസ് എ സൊല്യൂഷൻ. അത് കണ്ടെത്താനുള്ള കപ്പാസിറ്റി നിൻ്റെ തലച്ചോറിൽ വെച്ചിട്ടാണ് ദൈവം നിന്നെ ഭൂമിയിലേക്ക് അയച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആത്മഹത്യകളെ കുറിച്ച് ചിന്തിക്കരുത്. ഹെൽപ്ലെസ്സായി ഹോപ്പ്ലെസ്സായി ഒന്നും ചിന്തിക്കരുത്. നിനക്ക് വേണ്ടത് നിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ദൈവം നിന്നെ ഇങ്ങോട്ട് അയച്ചിട്ടുള്ളത്. നിനക്കതിപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, പക്ഷെ അതിനുള്ള കഴിവും അറിവും കപ്പാസിറ്റിയും ശേഷിയും ബലവും നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. കാരണം എന്താ, നമ്മുടെ ഉള്ളിൽ ഒരു ദൈവമുണ്ട്. ആ ദൈവജ്ഞാനത്തിൻ്റെ പൂർണ്ണതയാണ്. അവൻ സർവശക്തനാണ്, പ്രപഞ്ചത്തിൻ്റെ അധിപനാണ്. അങ്ങനെ ഒരാൾ കൂടെയുള്ളവൻ എവിടെയാണ് ഹോപ്പ്ലെസ് ആവുന്നത്? മരിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇതൊന്നും മാറൂല എന്ന് ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ്? നിന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇനി വേറൊരു കാര്യം കൂടെ പറയാം. നിന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നിനക്ക് മനസ്സിലായി എന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് കേട്ടോ, നിനക്കെന്ന് വിളിക്കുന്നതുകൊണ്ട് ഞാനൊരു പറഞ്ഞു വരുമ്പോൾ അങ്ങനെ പറയുന്നതാണ്. നമുക്ക് മനസ്സിലായി, ഈ പ്രശ്നത്തിൽ എനിക്ക് ഇങ്ങനെ ഒരു സൊല്യൂഷൻ ഉണ്ടെന്ന് മനസ്സിലായി. നിങ്ങളത് ദൈവത്തോട് ചോദിച്ചു, ദൈവമേ എനിക്കിത് പറ്റുന്നില്ല, ഞാൻ ഇങ്ങനെയാണ് അത് വിചാരിക്കുന്നത്, എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ. അതിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല, ദൈവം അത് എതിർക്കുന്ന ഒരു സംഗതിയായിട്ട് നിങ്ങളുടെ ആത്മാവിൽ നിങ്ങൾക്ക് തോന്നുന്നില്ല. ദൈവത്തിന് അത് മനസ്സിലാവും, നിങ്ങൾക്ക് മനസ്സിലാവുകയാണ്, ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുവാണ്. നമ്മളത് ആരും ഉപദ്രവിക്കാനൊന്നുമല്ലല്ലോ, തിന്മ ചെയ്യാനൊന്നുമല്ലല്ലോ. നമുക്ക് പറ്റാത്തൊരു കാര്യം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ തോന്നുന്നു നമ്മൾ ചെയ്യണം. നമ്മളെ ബൗണ്ടറി സെറ്റ് ചെയ്യുന്നൊന്നും മാത്രം, മറ്റാരും നമ്മൾ ഉപദ്രവിക്കുന്നൊന്നുമില്ല. അങ്ങനെ ഒരു തിന്മ ചെയ്തുകൊണ്ടല്ല, ദൈവം അനുവദിക്കുന്ന ഒരു ശരി ചെന്ന് വിചാരിക്കുവാണ്. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇത് കൃത്യമായിട്ട് ഉത്തരമുള്ള, കൃത്യമായിട്ട് മനസ്സിലാകുന്ന കാര്യങ്ങളില്ലേ, 1000 ആളുകൾ 1000 അഭിപ്രായം പറയും. അതൊന്നും കേൾക്കാൻ പോകേണ്ട കാര്യമില്ല. ഇതാരുടെ ലൈഫാണ്? നിങ്ങളുടെ ലൈഫാണ്. നിങ്ങൾക്കൊരു ഏത് കോഴ്സ് എടുത്ത് പഠിക്കണമെന്ന് നിങ്ങളെ ഉപദേശിക്കുന്നവരൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ നിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആ ദൈവസ്വരം അതിന് 1-ാം സ്ഥാനം കൊടുക്കണം. പല കാര്യത്തിലും പലരും പല രീതിയിൽ ഉപദേശിക്കും. റിലേഷൻഷിപ്പുകളിൽ ഉപദേശിക്കും, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളിലും ഉപദേശിക്കും. കടബാധ്യതയിൽ ഉപദേശിക്കും, അവിടെ നിന്ന് ലോൺ എടുക്കണ്ട, ഇവിടെ നിന്ന് വേറെ കടം മേടിക്കണ്ട എന്നൊക്കെ ഉപദേശിക്കും. പക്ഷെ ഒരു പ്രതിസന്ധി വരുമ്പോൾ ആദ്യം ദൈവത്തിൻ്റെ മുമ്പിൽ ഇരിക്കുക, ദൈവത്തോട് ആലോചന ചോദിക്കുക. നിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ഉത്തരം, ആ ഉത്തരത്തിനെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. അത് ദൈവത്തിൽ നിന്നുമാണെന്ന് നിനക്കറിയാവുന്ന രീതിയിൽ ഉറപ്പുവരുത്തുക. ദൈവം ഒരിക്കലും ഒരു പെർഫെക്റ്റ്, നമ്മളൊന്നും വിശുദ്ധരല്ല, മാലാകമാരുമല്ല, പെർഫെക്റ്റ് ആയിരിക്കണം എന്നൊന്നും പറയുന്നില്ല. നിന്നെക്കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം ചെയ്താൽ മതി. അത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും കർത്താവ് കൂടെ ഉണ്ടാവും. കാരണം നമ്മുടെ ട്രൈ ചെയ്തിരുന്നു. എൻ്റെ നീതി ദൈവത്തിന് അറിയാം, എൻ്റെ നീതി ദൈവത്തിന് ബോധ്യമുണ്ട്. സോ അതനുസരിച്ച് ദൈവം പ്രവർത്തിക്കും. അപ്പോൾ ഈശോയിൽ പ്രേമുള്ളവരെ,
എവിടെയും നമ്മൾ ഹോപ്പ്ലെസ് അല്ല. ഇത് നിൻ്റെ ജീവിതമാണ്, ഇത് നിങ്ങളുടെ ജീവിതമാണ്. ചിലതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. ചിലപ്പോൾ നിങ്ങൾ റോങ് ചോയ്സ് എടുത്തത് കൊണ്ടായിരിക്കും നിങ്ങളിപ്പോൾ സഫർ ചെയ്യുന്നത്. പക്ഷെ അത് തിരിച്ചറിഞ്ഞില്ലേ, അപ്പോൾ അത് റൈറ്റ് ആക്കാൻ ശ്രമിക്കണം. അത് നിങ്ങൾക്ക് പറ്റൂലേ? അതിനുള്ളൊരു എഫേർട്ട് ഇടാൻ നിങ്ങളുടെ ഈ ലൈഫിൽ നിങ്ങൾക്ക് പറ്റുന്നില്ല നിങ്ങൾ എന്തുകൊണ്ടാണ് വിചാരിക്കുന്നത്? നിങ്ങളുടെ മാക്സിമം ട്രൈ ചെയ്യും. എന്നിട്ട് അവിടെ ദൈവത്തിൻ്റെ ഒരു അത്ഭുതത്തിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക, കാത്തിരിക്കുക, സമയത്തിന് വിട്ടുകൊടുക്കുക. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യും. വീഡിയോ ഒത്തിരി ലോങ് ആവുന്നുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.